ഡ്യൂഡീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒരു പച്ചമുളക്, 3 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, 5 സ്ലൈസ് ബ്രെഡ് നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. അതിനുശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ സാധാ ചീനച്ചട്ടി ആയിരുന്നാലും മതി. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ആവശ്യത്തിന് കടുക് ഇടുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ മാറി നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത് ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കൈവച്ച് ഉടച്ച ശേഷം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ തന്നെ ഇതിൽ വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ നമ്മുടെ കൂട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ആ കൂട്ടെല്ലാം ഒരു ഷേപ്പിലാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലിടുമ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കിട്ടണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അതിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ 1-2 വട്ടം മറിച്ചിട്ട് നല്ലതുപോലെ അത് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ പരത്തി വെച്ചിട്ടുള്ള എല്ലാം തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഇതൊന്ന് ഒരിച്ചെടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇടുന്നതാവും നല്ലത്. അപ്പോൾ ഞാനിത് അധികം എണ്ണ ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ മാത്രം ഒഴിച്ച് 2-2 പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഒരു സൈഡ് ആകുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അടി പിടിക്കത്തില്ല. ഇതിലാകുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്നൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.